ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലൈക്ക് ടു ബി പ്ലസ് V3 നീഡ് ടു ബി പ്ലസ് V3. V3 എന്നാൽ വേർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ലൈക്ക് ടു ബി എന്നതിൻ്റെ ഒപ്പം ഒരു വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്, ഏത് സിറ്റുവേഷൻസിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നീഡ് ടു ബി പ്ലസ് V3 ഫോം. ആദ്യം നമുക്ക് ലൈക്ക് ടു ബി പ്ലസ് V3 ഫോം എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ലൈക്ക് എന്നാൽ ഇഷ്ടപ്പെടുക. അപ്പോൾ എവിടെയാണ് ഈ ലൈക്ക് ടു ബി ഉപയോഗിക്കുന്നത്? ഇത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒരു സെൻറ്റൻസ്, അദ്ദേഹം സർ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സർ എന്ന് അഡ്രസ്സ് ചെയ്തിട്ട്, അങ്ങനെ ചില ആളുകളുണ്ടാവും സർ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹം സർ എന്ന് അഡ്രസ്സ് ചെയ്യപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. ഹീ ലൈക്സ് ടു ബി അഡ്രസ്ഡ് ആസ് സർ. ഹീ ലൈക്സ് ടു ബി അഡ്രസ്ഡ്. അഡ്രസ് എന്ന ഒരു വേർബിൻ്റെ V3 ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അഡ്രസ്ഡ്. അപ്പോൾ ഹീ ലൈക്സ് ടു ബി അഡ്രസ്ഡ് ആസ് സർ. മറ്റുള്ളവർ അദ്ദേഹത്തെ വിളിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീ എന്ന ആ ഒരു സബ്ജക്റ്റ് അവിടെ ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ല, അത് റിസീവർ ഓഫ് ദ ആക്ഷനാണ്. ഹീ ലൈക്സ് ടു ബി അഡ്രസ്ഡ് ആസ് സർ. അപ്പോൾ ലൈക്സ് ടു ബി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ലൈക്സ് ടു ബി എന്നുപയോഗിച്ചു. ഇത് തന്നെ നമുക്ക് ലൈക്ക് ടു ബി എന്നുപയോഗിക്കാം, പക്ഷേ അത് സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റണം എന്ന് മാത്രം. ഇപ്പോൾ ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ഐ ലൈക്ക് ടു ബി എന്നാണ് ഉപയോഗിക്കേണ്ടത്. യു, വി, ദേ, അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഏതും ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നമുക്ക് ലൈക്ക് ടു ബി ഉപയോഗിക്കാം. പക്ഷേ ഹീ, ഷീ, അതുപോലെ സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലൈക്സ് ടു ബി ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ ലൈക്ക് ആൻഡ് ലൈക്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. നോ വൺ ലൈക്സ് ടു ബി കോൾഡ് എ ഫെയിലിയർ. ആരും പരാജയം എന്ന്, അവനൊരു പരാജയമാണ് അല്ലെങ്കിൽ അവളൊരു പരാജയമാണ് എന്ന് വിളിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നോ വൺ ലൈക്സ് ടു ബി കോൾഡ് എ ഫെയിലിയർ. നോ വൺ ലൈക്സ് ടു ബി കോൾഡ് എ ഫെയിലിയർ. ഒരു ഫെയിലിയർ ആണ് എന്ന് വിളിക്കപ്പെടാൻ ആരും ഇഷ്ടപ്പെടില്ല. നോ വൺ ലൈക്സ് എന്നാണ് ഉപയോഗിച്ചത്. ലൈക്സ്, നോ വൺ എന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ലൈക്സ് എന്ന് ഉപയോഗിച്ചു. പിന്നെ ടു ബി കോൾഡ്, കോൾഡ് എന്നത് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, കോൾ എന്ന വേർബിൻ്റെ. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. സബ്ജക്റ്റ് വയ്ക്കുക, പിന്നെ അത് കഴിഞ്ഞ് ലൈക്ക് ടു ബി അല്ലെങ്കിൽ ലൈക്സ് ടു ബി, അത് സബ്ജക്റ്റ് അനുസരിച്ച്, പിന്നെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കുക. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നെഗറ്റീവ് സെൻറ്റൻസസ് നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ടു ബി കോൾഡ് ബൈ മൈ പെറ്റ് നെയിം. എൻ്റെ പെറ്റ് നെയിം വിളിക്കാൻ, മറ്റുള്ളവർ അങ്ങനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക്, ഐ കഴിഞ്ഞിട്ട് ഡോണ്ട് ലൈക്ക് എന്നാണ് ഉപയോഗിച്ചത്. അത് നെഗറ്റീവ് ഫോമാണ്, ഡു നോട്ട് ലൈക്ക്. അതുപോലെ തന്നെ വി ഡോണ്ട് ലൈക്ക് എന്ന് പറയാം. ഐ, യു, വി, ദേ ഒക്കെ ആണെങ്കിൽ ഡോണ്ട് ലൈക്ക് തന്നെ ഉപയോഗിക്കാം. ഇനി ഹീ, ഷീ ഒക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസൻറ്റ് ലൈക്ക് എന്ന് ഉപയോഗിക്കണം. ഹീ ഡസൻറ്റ് ലൈക്ക് ടു ബി കോൾഡ് ബൈ ഹിസ് പെറ്റ് നെയിം. അദ്ദേഹത്തിൻ്റെ പെറ്റ് നെയിം മറ്റുള്ളവർ വിളിക്കപ്പെടാൻ എന്നൊന്നും നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാറില്ലല്ലോ. മറ്റുള്ളവർ അങ്ങനെ വിളിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഹീ ഡസൻറ്റ് ലൈക്ക് ടു ബി കോൾഡ് ബൈ ഹിസ് പെറ്റ് നെയിം. അപ്പോൾ ഡസൻറ്റ് ലൈക്ക് ഹീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഡസൻറ്റ് ലൈക്ക് ഉപയോഗിച്ചത്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസസും ആയി. ഇനി ക്വസ്റ്റ്യൻ ഫോം. ഡോണ്ട് യു ലൈക്ക് ടു ബി അപ്രീഷിയേറ്റഡ്? ഡോണ്ട് യു ലൈക്ക് ടു ബി അപ്രീഷിയേറ്റഡ്. ഡോണ്ട് യു ആയതുകൊണ്ടാണ് ഡോണ്ട് ഉപയോഗിച്ചത്. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ലേ? ഡസൻറ്റ് ഹീ ലൈക്ക് ടു ബി റെസ്പെക്റ്റഡ്? അവൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടാൻ, ബഹുമാനിക്കപ്പെടാൻ, മറ്റുള്ളവർ അവനെ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ? ഹൂ ഡസൻറ്റ് ലൈക്ക് ടു ബി ഇൻസ്പയർഡ്? ഹൂ ഡസൻറ്റ് ലൈക്ക് ടു ബി ഇൻസ്പയർഡ്? ആരാണ് ഇൻസ്പയർ ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടാത്തത്? ഹൂ ഡസൻറ്റ് ലൈക്ക് ടു ബി
ഇൻസ്പയർഡ് എന്നത് വേർബിൻ്റെ V3 ഫോമാണ്. ഇനി നമുക്ക് നീഡ് ടു ബി പ്ലസ് V3 ഫോം എവിടെ ഉപയോഗിക്കുമെന്ന് നോക്കാം. നീഡ് ടു ബി ആൻഡ് നീഡ്സ് ടു ബി പ്ലസ് V3. നീഡ് എന്നാൽ ആവശ്യമായി വരിക, അതാണ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈ ലൈക്ക് ടു ബി ഉപയോഗിച്ചതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒരു മീനിങ്ങിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതിന് പകരം ആവശ്യമായി വരിക എന്നേ ഉള്ളൂ. അത്രയും മീനിങ്ങിൽ വ്യത്യാസം വരുന്നുള്ളൂ. ദിസ് റൂം നീഡ്സ് ടു ബി ക്ലീൻഡ്. ഈ റൂം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ക്ലീൻ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നാണ്. ഇതും പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ദിസ് റൂം നീഡ്സ് ടു ബി ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ ഈ റൂം ക്ലീൻ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇനി ദീസ് റൂംസ് എന്നായിരുന്നെങ്കിൽ കൂടുതൽ റൂംസ് നീഡ് ടു ബി ക്ലീൻഡ് എന്നാവും. ദീസ് റൂംസ് നീഡ് ടു ബി ക്ലീൻഡ്. ഈ റൂമുകളൊക്കെ ക്ലീൻ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ദിസ് കമ്പ്യൂട്ടർ നീഡ്സ് ടു ബി റിപ്പയർഡ്. ഈ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, റിപ്പയർ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം കമ്പ്യൂട്ടർ വേറെ ആരെങ്കിലും ആണല്ലോ അത് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റിപ്പയർ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ദീസ് കമ്പ്യൂട്ടേഴ്സ് എന്നായിരുന്നെങ്കിൽ ദീസ് കമ്പ്യൂട്ടേഴ്സ് നീഡ് ടു ബി എന്ന് ഉപയോഗിക്കണം. അപ്പോൾ സബ്ജക്റ്റ്, ദെൻ നീഡ് ഓർ നീഡ്സ് ടു ബി, നീഡ് ടു ബി ഓർ നീഡ്സ് ടു ബി, പിന്നെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ് തന്നെയാണ്. നീഡ് ടു ബി വേണോ അതല്ലെങ്കിൽ നീഡ്സ് ടു ബി വേണോ എന്ന് തീരുമാനിക്കുന്നത് സബ്ജക്റ്റാണ്. ദിസ് വാൾ നീഡ്സ് ടു ബി പെയിൻറ്റഡ്. ഈ വാള് പെയിൻറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ദിസ് വാൾ നീഡ്സ് ടു ബി. ഇനി ദീസ് വാൾസ് എന്നായിരുന്നെങ്കിൽ ദീസ് വാൾസ് നീഡ് ടു ബി എന്ന് വേണം. ഐ നീഡ് ടു ബി എൻകറേജ്ഡ്. എന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു ബി എൻകറേജ്ഡ്. എൻകറേജ്ഡ് എന്നത് എൻകറേജ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഐ നീഡ് ടു ബി ആണ് ഉപയോഗിച്ചത്. ഇനി ഹീ ആണ് അവിടെ സബ്ജക്റ്റ് എങ്കിൽ ഹീ നീഡ്സ് ടു ബി എൻകറേജ്ഡ് എന്നാണ് വേണ്ടത്. അപ്പോൾ നീഡ് ആണോ നീഡ്സ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഐ, യു, വി, ദേ അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നീഡ് ടു ബി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സ് ഹീ, ഷീ, ഇറ്റ്, പിന്നെ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നീഡ്സ് ടു ബി ഉപയോഗിക്കണം. അപ്പോൾ നീഡ് ടു ബി എങ്ങനെ ഉപയോഗിക്കും, അതുപോലെ ലൈക്ക് ടു ബി എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ട് ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക.